ഉണ്ണിയേട്ടൻ പ്രവർത്തിച്ച എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മാധ്യമപ്രവർത്തകനായി അദ്ദേഹം വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് നടത്തിയത്. ഡൽഹിയിൽ അദ്ദേഹം മാതൃഭൂമിയുടെ കറസ്പോണ്ടൻ്റ് ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി ഇടപെട്ട് വടകരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. പിന്നീട് അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. 25 വർഷക്കാലം തുടർച്ചയായി വടകരയിൽ വിജയിച്ച് അദ്ദേഹത്തിന് MP ആകാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്നതിന് ശേഷം വ്യക്തമായ കാഴ്ചപ്പാട്, വലിയ പ്രതിബദ്ധത, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ സത്യസന്ധമായി നിറവേറ്റാനുള്ള ആർജവം കാണിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. MP എന്ന നിലയിലും ചുരുങ്ങിയ കാലം അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പുരോഗമനപരമായ ആശയങ്ങൾക്ക് എന്നും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ ആശയങ്ങളുമായി ഒരുമിച്ച് നിൽക്കുന്ന പ്രവർത്തകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ, കോൺഗ്രസിൻ്റെ നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിനെ ആ തലത്തിൽ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഉന്നതനായ വ്യക്തിയാണ് അദ്ദേഹം. അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയയായിരുന്നു. ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഉണ്ണിയേട്ടൻ്റെ കഴിവ് പലപ്പോഴും ഞങ്ങൾക്കൊക്കെ വിസ്മയമായി തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കാലഘട്ടത്തിലല്ല അദ്ദേഹത്തിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലോ അന്തർദേശീയ രാഷ്ട്രീയ രംഗത്തോ ഏതെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത് ഉണ്ണിയേട്ടനോടാണ്, അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി. അതെല്ലാം വളരെ ഹ്രസ്വമായി സ്പഷ്ടമായി മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം അസുഖമായി ഇവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞ സമയത്തും അതുപോലെ തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ സമയത്തും ഞാൻ എന്നും ഓർക്കുന്നു, ബഹുമാനായ ഉമ്മൻചാണ്ടിയും ഞാനും ഒരുമിച്ച് ഒട്ടേറെ പ്രാവശ്യം അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ഈ പത്മാലയത്തിൽ ഞങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിനുശേഷവും പലപ്പോഴും ഞാൻ അങ്ങോട്ടല്ല വിളിക്കാറുള്ളൂ, ഉണ്ണിയേട്ടൻ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ ചോദിക്കും, ഉണ്ണിയേട്ടൻ ഇതങ്ങനെ ഓർക്കുന്നു ചോദിക്കും. പക്ഷെ അതെല്ലാം അദ്ദേഹം ഓർത്തിരുന്ന് ഞങ്ങളെയൊക്കെ വിളിക്കാനും ഞങ്ങളോടൊക്കെ കാലികമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അസുഖമായി ദീർഘനാൾ അസുഖമായി സജീവമായി അദ്ദേഹത്തിന് പൊതുരംഗത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും എല്ലാ കാലഘട്ടത്തിലും വളരെ സജീവമായിരുന്നു. ഈ അടുത്ത കാലഘട്ടം വരെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, കാലികമായി ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഞങ്ങളോട് പ്രതികരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. നമുക്കറിയാം പലതുമായി ഉണ്ണിയേട്ടൻ, പക്ഷേ പലതുമാകേണ്ട വ്യക്തിയായിരുന്നു ഉണ്ണിയേട്ടൻ. അത് ഞാൻ സൂചിപ്പിക്കുന്നു. പലതുമായിട്ടുണ്ട് അദ്ദേഹം. അതിന് അദ്ദേഹം ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനവും വളരെ സജീവമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പത്മാലയം നമുക്കറിയാം എത്രയോ പാരമ്പര്യമുള്ള ഒരു ഭവനമാണ്. എന്നും ഈ പത്മാലയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ഉണ്ണിയേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. അസുഖമായി കിടന്നപ്പോഴും അദ്ദേഹത്തിന് ഈ വീട്ടിൽ താമസിക്കുക എന്നതായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാനൊന്നും ഓർക്കുന്നു, ഞാനിവിടെ വന്നപ്പോൾ ഈ അസുഖമായി വളരെ സജീവമായി അദ്ദേഹം ഇല്ലാത്ത സമയത്തും ഈ പത്മാലയത്തിൻ്റെ ചരിത്രം പറയാനും ഇതിൻ്റെ പിന്നിൽ കുഴിച്ച് താഴ്ത്തിയിട്ടുള്ള ഒരു കുളം, ആ കുളം പോയി കാണുമെന്ന് പറഞ്ഞു. ആ കുളത്തിൻ്റെയൊക്കെ ചരിത്രം അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജനിച്ചു വളർന്ന എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആതിഥേയത്വം കൊടുത്ത ഈ വീട്ടിൽ തന്നെ താമസിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് പൊതുസമൂഹത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. വളരെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണിയേട്ടൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗമൊക്കെ വല്ലപ്പോഴുമൊക്കെ ലൈബ്രറിയിൽ പോയിരുന്ന പാർലമെൻറ്റിലെ പ്രസംഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആഴത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് ഇപ്പോഴും ഞങ്ങൾക്ക് വിസ്മയമാണ്. അദ്ദേഹം ഞങ്ങൾക്കൊരു പാഠപുസ്തകമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഉണ്ണിയേട്ടൻ്റെ നിര്യാണത്തിൽ ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നത്.